ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഷോർട്സ് നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ യൂട്യൂബ് എടുക്കുക. ഇതിൽ പ്ലസ് ഐക്കൺ നിങ്ങൾ കാണുന്നുണ്ടാവും, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അതല്ല എങ്കിൽ നമ്മുടെ ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത് ഞാൻ ആഡ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ആദ്യമൊക്കെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 60 സെക്കൻഡ്സിനുള്ളിലുള്ള വല്ല വീഡിയോ ക്ലിപ്പ് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നമുക്ക് 3 മിനിറ്റിനുള്ളിലുള്ള വീഡിയോ ക്ലിപ്പ് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഷോർട്സിൽ കേട്ടോ. എന്നിട്ട് ഡൺ കൊടുക്കുക. എന്നിട്ട് അത് പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്, ഫിൽറ്റേഴ്സ് കൊടുക്കാം. അതല്ല എങ്കിൽ അതൊന്നും വേണ്ട എങ്കിൽ നെക്സ്റ്റിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റും ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ക്രിയേറ്റീവ് എഡിറ്റാണ് ഞാനിവിടെ ടെക്സ്റ്റ് കൊടുക്കുന്നത്. പല കളേഴ്സ് കൊടുക്കാം, സ്റ്റൈൽ കൊടുക്കാം, സെൻറ്ററിലോ അല്ലെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തത് ഫിൽറ്റേഴ്സ് ഞാൻ ചൂസ് ചെയ്തു. ഇതൊന്നും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ടൈറ്റിൽ കൊടുക്കാൻ പോവുകയാണ്. നല്ല ക്യാച്ചി ആയിട്ടുള്ള, എന്താ പറയുക, പെട്ടെന്ന് ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈറ്റിൽ വേണം കൊടുക്കാനായിട്ട്. ഞാനിവിടെ ക്രിയേറ്റീവ് എഡിറ്റാണ് കൊടുക്കുന്നത്. കൂട്ടത്തിൽ തന്നെ #ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റീച്ച് കിട്ടും. #, ഷോർട്സ് വീഡിയോ അല്ലെങ്കിൽ #, ഇൻഷോട്ടിൽ ചെയ്തിട്ടുള്ള പിക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇൻഷോട്ടാണ് അവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തമ്പനെയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ പെൻസിലിൻ്റെ ഐക്കൺ കാണുന്നുണ്ടാവും, അത് ചൂസ് ചെയ്യുക കേട്ടോ. വീഡിയോയിൽ കൊടുത്തിട്ടുള്ള തമ്പനെയിൽ മാത്രമേ നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് അവിടെ ടിക്ക് അമർത്തുക. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്കതിൽ ഷോ മോർ എടുത്തു കഴിഞ്ഞാൽ സെലക്ട് ഓഡിയൻസിൽ നമുക്ക് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ലെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഏത് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കാണ് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. ലൊക്കേഷൻ നിങ്ങൾക്ക് ഏതാച്ചാൽ കൊടുക്കാം. റിലേറ്റഡ് വീഡിയോ, ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണെങ്കിൽ ഈ വേറെ ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ആഡ് ടു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ ക്രിയേറ്റീവ് എഡിറ്റിങ്ങിലായിട്ടുള്ള പ്ലേലിസ്റ്റാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് കൊളാബ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് എ കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം ക്രിയേറ്റ് എ ലിങ്ക് എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ആ ഒരാൾക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് കിട്ടാവുന്നതാണ് കേട്ടോ. ഇതിലിപ്പോൾ എൻ്റെ സെയിം യൂട്യൂബ് ചാനൽ എടുത്തിട്ടാണ് ഞാൻ കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അപ്ലോഡ് ഷോട്ട് അമർത്തുക കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ അറിയാച്ച ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.